പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വയനാട് CPIM ജില്ലാ സെക്രട്ടറിയായ കെ റഫീഖാണ്. അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഹെല്ലോ മലയാളത്തിന്റെ വേദിയിലേക്ക്. ശ്രീ റഫീഖ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷം താങ്കളെ രാവിലെ തന്നെ ഈ വേദിയിൽ കാണാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടതുള്ളതാണ് സത്യം പറഞ്ഞാൽ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിച്ചറിയേണ്ട വിശേഷം, അല്ലെങ്കിൽ ഈ നടക്കുന്ന സംഭവം അത് തന്നെയാണ്. കെ റഫീഖ്, ഇപ്പോൾ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആദ്യം തന്നെ CPMന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങാം നമുക്ക്. അല്ല, തീർച്ചയായിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള മാതൃകാ ടൗൺഷിപ്പ്. ആ ടൗൺഷിപ്പിൻ്റെ തലക്കല്ലിടൽ പരിപാടി ഇപ്പോൾ കഴിഞ്ഞ 27-ാം തീയതി തലക്കല്ലിടൽ നിർവഹിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ഇടപെടലുകളെ CPIM കാണുന്നത്. CPIM ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നേരത്തെ മുതലേ അറിയാം. നമ്മുടെ ഈ ദുരന്തമുണ്ടായ ഘട്ടം മുതൽ രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി പിന്നെ ക്യാമ്പുകളിലും അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. CPIM അതുപോലെ തന്നെ വർഗഭോജന പ്രസ്ഥാനങ്ങളുമെല്ലാം വളരെ സജീവമായി ഇടപെട്ടിട്ടുള്ളത്. DYFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയ ഇടപെടലുകൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് തന്നെയാണ്. രക്ഷാപ്രവർത്തനവും അതിനുശേഷം പുനരധിവാസത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്നുകൊണ്ട് 100 വീടുകളുടെ തുക കണ്ടെത്തി ഉൾപ്പെടെ നൽകുന്ന പ്രവർത്തനം DYFI നിർമ്മിക്കുന്ന നിലയുണ്ടായി. CPIM എന്ന നിലയിൽ ശേഖരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ നിലയിലുള്ളൊരു ക്യാമ്പയിനാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ CPIM നടത്തുന്നുണ്ട്. ഗവൺമെൻറ് CPIM നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ് വളരെ മാതൃകാപരമായിട്ടാണ് ഈ ദുരന്തത്തെ അതിജീവിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഓരോ ഘട്ടത്തിലും ഇടപെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യഘട്ടം ഏറ്റവും ആവശ്യം രക്ഷാപ്രവർത്തനമായിരുന്നു. 4 മന്ത്രിമാർ തന്നെ അവിടെ എത്തിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നേതൃത്വം നൽകി. എല്ലാ സംവിധാനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റി. അതുകൊണ്ടാണ് ഇനിയും ഉണ്ടായേക്കാവുന്ന കാഷ്വാലിറ്റി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി അന്ന് സാധിച്ചത്. പിന്നീട് ചികിത്സ ഉറപ്പുവരുത്തുക എന്നതാണ്. ചികിത്സ ഉറപ്പുവരുത്താൻ ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിച്ചു. തുടർ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് 54,500 രൂപ വെച്ച് ആ ഘട്ടത്തിൽ തന്നെ തുടർ ചികിത്സ ആവശ്യം വരുന്നവർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി. ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിയതിന് ശേഷം തീർച്ചയായും എല്ലാം ഒന്നുമില്ലാതെ വീടുകൾ വിട്ടിറങ്ങി വന്നവരാണ്, ജീവൻ രക്ഷപ്പെട്ട് ഓടി വന്നവരാണ്. അവർ കയ്യിലൊരു നയാ പൈസയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിലെ സമാശ്വാസം എന്ന നിലയിൽ കയ്യിലൊരു പണം ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് 10,000 രൂപ വെച്ച് 1,100ഓളം ആളുകൾക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ക്യാമ്പുകളിൽ മറ്റ് പല സംസ്ഥാനങ്ങളുടെയും ദുരന്തം ഉണ്ടായുള്ള അനുഭവം നമുക്കറിയാം. ക്യാമ്പുകളിൽ കുറേ കാലങ്ങൾ ഇങ്ങനെ തങ്ങേണ്ടി വരുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാതൃകാപരമായിരുന്നു. ലോകം കണ്ടതാണ് അതെല്ലാം. നേരിട്ട് പല നേതാക്കളും നമ്മുടെ പ്രധാനമന്ത്രി അടക്കം വന്ന് നേരിൽ കണ്ടതൊക്കെയാണ് അതെല്ലാം. പിന്നീടുള്ള നടപടികളും ഒക്കെ നമ്മൾ കണ്ടു, അതിലേക്കൊക്കെ വരാം. പക്ഷേ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രം അതിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ടൗൺഷിപ്പിന്റെ നിർമ്മാണം അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പല സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ, ലീഗിന്റെ നേതൃത്വത്തിലൊക്കെ അവിടെ പല ഘട്ടങ്ങളിലായി ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തി വീട് നിർമ്മാണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ശ്രീ കെ റഫീഖ്, ഇനിയും ഈ ദുരന്തബാധിതരിലേക്ക് ഈ ഭവനങ്ങൾ എത്തിച്ചേരാൻ ഇനിയും അവർ മാസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങിപ്പോൾ വയനാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈകൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ സൂചിപ്പിച്ചത് ആദ്യഘട്ടം മുതൽ നടത്തിയ പ്രവർത്തനത്തെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ നിലയിൽ മാതൃകാപരമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പെർമനൻ്റ് താമസം എന്നത് തന്നെയാണ്. ആ താമസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ടൗൺഷിപ്പ് എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. അങ്ങനെ മുന്നോട്ട് വെക്കാനും ഒരു കാരണമുണ്ട്. ദുരന്ത ബാധിതരെ അവരുടെ എല്ലാം ഒരു യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം എന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളൊരു താല്പര്യമാണ് ദുരന്ത ബാധിതർ ഗവൺമെൻറ്റിനോട് പങ്കുവെച്ചത്. ആ ഘട്ടത്തിലാണ് ടൗൺഷിപ്പ് എന്ന ഒരു കാര്യത്തിലേക്ക് ഗവൺമെൻറ് കടക്കുന്നത്. നമ്മൾ കാണേണ്ടത് ടൗൺഷിപ്പിൻ്റെ ഭാഗമായി വെറും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നതല്ല ഗവൺമെൻറ് കാണുന്നത്. പകരം വീടുണ്ട്, അതോടൊപ്പം ആശുപത്രി സംവിധാനമുണ്ട്, സ്കൂളുണ്ട്, കളിക്കളമുണ്ട്, പൊതു ഇടമുണ്ട്, കമ്മ്യൂണിറ്റി സെൻ്ററുകളുണ്ട്. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടെ ചേരുന്ന, അതോടൊപ്പം തന്നെ മൈക്രോ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ദുരന്തബാധിതരുടെ തൊഴിലവസരം ഉൾപ്പെടെ ഉറപ്പുവരുത്തുന്ന നിലയിലാണ് ഈ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്.
ഒരു താമസവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ കാണേണ്ടത് ഒക്ടോബർ മാസത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിൽ അനുഭവമില്ലാത്തൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയല്ല കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തത്. വലിയ ഇടപെടൽ നടത്തി. ഒക്ടോബർ മാസത്തിൽ 4-ാം തീയതി തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് അതിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വയനാടിൻ്റെ ഒരു ഭൂമിയുടെ സാഹചര്യം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു. അതായത് ഇവിടെ വയനാടിൻ്റെ ഭൂമി വിവിധ പ്രദേശങ്ങൾ തോട്ടഭൂമിയും മറ്റുമാണ്. വയനാട്ടിൽ ഇങ്ങനെ ഒന്നിച്ച് ലഭിക്കണം, ഇത്രയേറെ വീടുകൾ വെക്കണം, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളെല്ലാം ഉള്ള വലിയൊരു ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് സ്ഥലം ഒന്നിച്ച് കിട്ടണം. എവിടെയെങ്കിലും കുറച്ച് സ്ഥലം പോരാ. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് സ്ഥലം അങ്ങനെ ലഭ്യമാക്കണമെങ്കിൽ ഗവൺമെൻറ് ആവുമ്പോൾ മറ്റ് സംഘടനകൾക്കൊക്കെ പ്രൈവറ്റ് വ്യക്തികളെടുത്തൊക്കെ വാങ്ങാം. പക്ഷെ ഗവൺമെൻറ് ആകുമ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികമായ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന നിയമപരമായ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സർക്കാരിൻ്റെ ഒരു വാല്യൂ അനുസരിച്ചും സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് പ്രകാരം ഒക്ടോബർ മാസത്തിൽ ഈ 2 ഭൂമികൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആ ഘട്ടത്തിൽ സംഭവിച്ചത് ഈ എസ്റ്റേറ്റിൻ്റെ മാനേജ്മെൻറ്റ് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്ന ഒരു 2 മാസക്കാലം അതിൻ്റെ വ്യവഹാരങ്ങളിലേക്ക് നീങ്ങി. അപ്പോഴും നമ്മൾ കാണേണ്ടത് കോടതിയിൽ സാധാരണഗതിയിൽ ഇത്തരം വ്യവഹാരങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോകുന്നതാണ്. ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടതുകൊണ്ടാണ് 2 മാസം കൊണ്ട് നമുക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാധിച്ചത്. വിധി വന്ന ഉടനെ തന്നെ വളരെ അടിയന്തരമായി തന്നെ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അതുമായി ബന്ധപ്പെട്ട പ്ലാൻ തയ്യാറാക്കി അവിടെ നിർവഹണ ഉദ്യോഗസ്ഥരെയും അത് ഏജൻസിയെയും എല്ലാം നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്നുകൊണ്ട് ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഈ പല ഘട്ടങ്ങളിൽ 3 ഘട്ടങ്ങളിലായി കരട് പ്രസിദ്ധീകരിച്ച് അവർക്ക് പരാതി കൊടുക്കാനുള്ള അവസരം കൊടുത്ത് പരാതി കൂടെ പരിഗണിക്കാവുന്നതെല്ലാം എടുത്തുകൊണ്ട് ആ നിലയിലാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. അപ്പോൾ വളരെ കൃത്യമായി ഒരു പരാതിരഹിതമായി കാര്യങ്ങൾ ചെയ്യണമെന്ന നിലയിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയത്. തീർച്ചയായും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു സമാനതകളും ഇല്ലാത്തൊരു വൻ ദുരന്തത്തെയാണ് നമ്മൾ അതിജീവിച്ചത്. ഇപ്പോൾ ടൗൺഷിപ്പിന്റെ നിർമ്മാണം അടക്കം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ സഹായം ലഭിച്ചില്ലെങ്കിലും കൂട്ടായി നിന്ന് നമ്മൾ ഈ ദുരന്തത്തെ അതിജീവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഓരോന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ശ്രീ കെ റഫീഖ്, ഈ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് പോലും ഒരു ഇടക്കാല ഉത്തരവ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ദുരന്തബാധിതരുടെ മൊറട്ടോറിയം എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പോലും പറയേണ്ടി വന്നു ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന്. അപ്പോഴും ഈ കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തവുമില്ലേ ശ്രീ കെ റഫീഖ്? ഈ ചില കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെ ചില നടപടികളും അവരുടെ ചില പ്രഖ്യാപനങ്ങളും അവരുടെ വാക്കുകളും ഒക്കെ കേട്ടാൽ ഈ വയനാട് അല്ലെങ്കിൽ കേരളം അത് ഇന്ത്യയിലല്ലേ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ഉരുൾപൊട്ടലാണ് ഈ വയനാട് ചൂരൽമല മുണ്ടക്കയിൽ ഉണ്ടായിട്ടുള്ളത്. 300ഓളം ആളുകൾ മരിച്ചിരിക്കുന്നു. ഒരുപാട് പേരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടു പോവുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റെന്തുണ്ട് വേദന? അങ്ങനെ വലിയൊരു ദുരന്തം അനുഭവിക്കേണ്ടി വന്നൊരു ജനതയോട് അങ്ങേയറ്റം ക്രൂരമായിട്ടല്ലേ കേന്ദ്രം പെരുമാറിയത്? ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ഈ ദുരന്തബാധിത മേഖലയിൽ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നിട്ട് അദ്ദേഹം കയ്യിലെടുത്ത കുഞ്ഞ് നമുക്കെല്ലാം ഓർമ്മയുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ആ കുഞ്ഞിൻ്റെ പേര് നൈസമോൾ എന്നാണ്. നൈസമോളുടെ പിതാവിൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. ഈ ദുരന്തത്തിൽ മരിച്ചുപോയതാണ് ഷാജഹാൻ. ഈ നൈസമോളുടെ വല്യുപ്പ ഈ ദുരന്തത്തിൽ മരിച്ചുപോയതാണ്. നൈസമോളുടെ 2 സഹോദരിമാർ 2 പേരും ഈ ദുരന്തത്തിൽ മരിച്ചുപോയതാണ്. നൈസമോൾക്ക് അവശേഷിക്കുന്നത് ആ നൈസമോളുടെ മാതാവ് മാത്രമാണ്. ഇങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ രക്ഷിതാക്കൾ, അങ്ങനെയുള്ള മനുഷ്യരോട് ആ നൈസമോളെ ഉൾപ്പെടെ ഇവിടെ വന്ന് എടുത്ത് താലോലിച്ച് ലോകത്തിന് മുമ്പിൽ കാരുണ്യവാനായ പ്രധാനമന്ത്രി എന്ന് വരുത്തി തീർത്തതല്ലാതെ ഒരു നയാ പൈസ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ തയ്യാറായോ? അങ്ങേയറ്റം ശത്രുതാപരമായിട്ടല്ലേ ഈ ജനതയോട് പെരുമാറുന്നത്? ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം മറ്റ് ചിലയിടങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ ചില ദുരന്തങ്ങളുണ്ടായി. ഇപ്പോൾ ആന്ധ്രയിലും തെലങ്കാനയിലുമായി ദുരന്തത്തിൽ, വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നത് 37 പേരാണ്. 37 പേർ മരിച്ച ആന്ധ്രയ്ക്ക് തെലങ്കാനയ്ക്ക് 3448 കോടി രൂപ കൊടുക്കുമ്പോൾ ത്രിപുരയിൽ 25 പേർ മരിച്ച ത്രിപുരയ്ക്ക് 40 കോടി 7ാമത്തെ ദിവസം കൊടുക്കുമ്പോൾ ഇവിടെ 7 മാസം പിന്നിട്ടിട്ട് 300-ലധികം ആളുകൾ മരിച്ച ചൂരൽമലയ്ക്ക് ഒരു നയാ പൈസ നൽകിയില്ല. മാത്രമല്ല, ഹൈക്കോടതി ഉൾപ്പെടെ ശരിയാവണ്ണം ചോദിച്ചതുപോലെ നിങ്ങൾ നോക്കൂ, കടം എഴുതിത്തള്ളാൻ, ഏറ്റവും ദുരിതം അനുഭവിച്ച ജനങ്ങളുടെ ഒരു കടം എഴുതിത്തള്ളാൻ
കേന്ദ്രത്തിന് മറ്റ് ബാധ്യതകളൊന്നുമില്ല. ഇന്ത്യയിലൊരു നിയമമുണ്ട്, ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 13 പ്രകാരം ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ ഇറക്കിയാൽ ദേശസാൽകൃത ബാങ്കുകൾക്ക് ദുരന്തബാധിത മേഖലയിലെ ആളുകളുടെ കടം എഴുതിത്തള്ളാൻ വേണ്ടി സാധിക്കും. വളരെ ചുരുങ്ങിയ തുക മാത്രമേ ഉള്ളൂ, 32 കോടിയോളം രൂപയേ ഉള്ളൂ. ആ തുക പോലും എഴുതിത്തള്ളാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല. ആ നിലയിലാണ് കേന്ദ്രം സ്വീകരിച്ചത്. ഈ ദുരന്തബാധിതരോട് ഈ നിലയിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ദുരന്തബാധിതർ ഉൾപ്പെടെ ഡൽഹിയിൽ പോയി ഞങ്ങൾക്കൊരു സമരം നടത്തേണ്ടി വന്നു. ദുരന്തബാധിതർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ ചോദിച്ചത് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നതാണ്. കാരണം ദുരന്തബാധിതർക്ക് പോലും പ്രതിഷേധിക്കേണ്ടി വരുന്ന സാഹചര്യം അത് വളരെ കഷ്ടമാണ്. അങ്ങിൽ നിന്ന് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് അറിയണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ചെറിയൊരു സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നഷ്ടപരിഹാരം കുറഞ്ഞു പോയി, അതും സർക്കാർ നൽകിയതിൽ നിന്നും ഇനിയും ഭീകരം 500 കോടിയോളം കിട്ടേണ്ടതാണ് എന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ആരോപണം. ഇതിലെന്തെങ്കിലും കാര്യമുള്ളതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കേരളത്തിലെ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എസ്റ്റേറ്റിൻ്റെ മാനേജ്മെൻറ്റ് പല ഘട്ടങ്ങളിൽ, ഇപ്പോൾ ഉദ്ഘാടനം, ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുമ്പോൾ ഉദ്ഘാടനം തടയണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ വ്യക്തതയുണ്ട്. കോടതി ദുരന്തബാധിതരുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതികരണമാണ് എല്ലാ ഘട്ടത്തിലും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെയുള്ളൊരു ഹർജി കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം തടയുന്ന നിലപാടല്ല കോടതി സ്വീകരിച്ചത്. ഉദ്ഘാടനം നടത്താമെന്ന നിലയിലാണ്. ഇവരിപ്പോൾ ഉന്നയിക്കുന്ന വാദവും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അനുകൂലമായ വിധി തന്നെ ഇന്ന് സ്വാഭാവികമായിട്ടും വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൂടെ വരുന്നതോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം തന്നെ കടന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി സമയം വൈകാതെ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ആളുകൾക്ക് വീട് നൽകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അതിനുവേണ്ടി ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ കെ റഫീഖ്. നമുക്കൊപ്പം ചേർന്നതിനും ഹലോ മലയാളത്തിനൊപ്പം ചേർന്നതിനും അങ്ങയുടെ ഈ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചാലും ഒരുപാട് സന്തോഷം. അങ്ങക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ കണ്ടല്ലോ, നമ്മുടെ വയനാട് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആയിരുന്നു. അദ്ദേഹം നിലവിലെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന വിഷയങ്ങൾ, മറ്റ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ, ഇതിലൊക്കെ കൃത്യമായ മറുപടികൾ നൽകുകയായിരുന്നു.